ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗയാടോപ്പ് എന്ന ബ്രാൻഡിൻ്റെ ഫാൻ TF30 എന്ന മോഡൽ ഒരു കുട്ടി ഫാനാണ്. ഇത് നമ്മുടെ ടേബിൾ ടോപ്പ്, നമ്മുടെ ടേബിളിന് മുകളിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. USB ആണ്. നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അഡാപ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടോ നമുക്ക് ഈ ഫാൻ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തോ ഉണ്ട്, അത് നമുക്ക് ആദ്യം എടുത്ത് നോക്കാം. അതെടുക്കുമ്പോൾ കൂടെ എന്തോ വരുന്നുണ്ട്. ഇതതിൻ്റെ സ്റ്റാൻഡാണെന്ന് തോന്നുന്നുണ്ട്, ഇതിൻ്റെ ഫാനിൻ്റെ സ്റ്റാൻഡാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് യൂസർ മാനുവൽ, യെസ്, നമുക്കത് അതൊക്കെ സൈഡിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിൽ ഉള്ളത് ഫാനിൻ്റെ ഹെഡാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സോഫ്റ്റ് കവറിനകത്താണ് അത് വരുന്നത്. ഫാനിൻ്റെ ഹെഡാണത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, എംപ്റ്റി ആണ് ബോക്സ്. അത് നമുക്ക് കവറൊക്കെ അതിലേക്കിട്ട് നമ്മുടെ യൂസർ മാനുവലും അതിലേക്കിട്ട് പതുക്കെ നമ്മുടെ ബോക്സ് ഒന്ന് സൈഡാക്കാം. യെസ്, ഓക്കെ, യെസ്. ഇതിപ്പോൾ എവിടെ വയ്ക്കുക? ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റാൻഡ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഇതൊക്കെ മാറി. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. സോ നമുക്ക് സ്റ്റാൻഡ് പതുക്കെ കണക്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഫാനിൻ്റെ കൂടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഫാനിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു USB കേബിൾ വരുന്നുണ്ട്. നോർമൽ USB കേബിളാണ് ഇത്. നമുക്ക് നമ്മുടെ പവർ ബാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ മെഷീൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്കോ കണക്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിൽ അതിൻ്റെ ബ്രാൻഡിങ് നെയിം കാണിച്ചിട്ടുണ്ട് ആ മെയിൻ ഹെഡിൽ തന്നെ. പിന്നെ താഴെയായിട്ട് നമ്മുടെ സ്റ്റാൻഡ് കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യണം. പ്രത്യേകിച്ച് സ്ക്രൂ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മളത് പ്രസ് ചെയ്ത് അതിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അത് കറക്റ്റായിട്ട് ഇരുന്നോളും. അത് ചെറിയൊരു ഇതുണ്ട്, അതിൽ ഒരു വെട്ടുണ്ട്. നമുക്ക് ആ വെട്ടിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതിൽ നമുക്കിങ്ങനെ ഒരു പ്ലേയിങ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട്. നമുക്ക് ആ ഹെഡ് കറക്റ്റ് ചെയ്ത് വയ്ക്കാം, നമുക്ക് കാറ്റ് കിട്ടേണ്ട ഇതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ, ടേബിൾ ഫാൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നമുക്ക് നമ്മുടെ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ കേബിൾ ഒന്ന് അഴിച്ചെടുക്കാം. തിരികെ ഓക്കെ, ഈ സാധനം എന്താ ചെയ്യുക, പോട്ടെ. സോ നമ്മുടെ ഫാൻ അത്യാവശ്യം നീളമുള്ള ഒരു കേബിളുണ്ട്, ഏകദേശം 1 മീറ്റർ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് നമ്മുടെ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യാം. MIയുടെ ഒരു പവർ ബാങ്ക് എൻ്റെ കയ്യിലുണ്ട്. നമുക്കതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഓണാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ബട്ടൺ വരിക. ആ ബാക്കിൽ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ ഫാൻ കറങ്ങും. അത്യാവശ്യം കാറ്റുണ്ട് ഇപ്പോൾ. ശരിക്കും ഇതിനൊരു 3 മോഡുണ്ട്. നമുക്ക് ഫസ്റ്റ് മോഡിൽ അത്യാവശ്യം തന്നെ നമുക്ക് കാറ്റ് കിട്ടും. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. വടമനെ ലൈറ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളുവശം കാര്യങ്ങളൊക്കെ. അധികം സൈസില്ല ഫാൻ ബാക്കിലേക്കാണെങ്കിലും.
നമുക്കൊരു LED ഇൻഡിക്കേറ്റർ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ മോഡ്, ആ 3 മോഡുകളും സെയിം സ്വിച്ചിൽ തന്നെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ടാപ്പിൽ നമുക്കത് ഓണായി കിട്ടും, ഫസ്റ്റ് മോഡായിരിക്കും. സെക്കൻഡ് മോഡ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് മോഡ് കിട്ടും. തേർഡ് മോഡ് ഒരു തവണ കൂടെ പ്രസ് ചെയ്യുമ്പോൾ തേർഡ് മോഡും വരും. പിന്നെയുള്ള പ്രസ്സിൽ അത് സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ള ഫങ്ഷനാലിറ്റിയാണ് ഇതിൽ. പ്രത്യേകിച്ച് അധികം അഡീഷണലായിട്ട് ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ഒറ്റ ബട്ടണിൽ തന്നെ നമുക്കതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, അത്യാവശ്യം കാറ്റുണ്ട്, യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. I'll try to respond.